മലബാർ റൂട്ടാണ്, വീക്കെൻഡ് ആണ്, ആളുകൾ യാത്രക്കാർ കൂടുതലുള്ള സമയമാണ്. എങ്ങനെയാണ് ഇത് വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്? ഏത് വഴിയിലാണ് ഇപ്പോൾ യാത്ര? അടിമാലിയിൽ കൂടി നിലവിൽ മൂന്നാറിലേക്ക് കടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് മാങ്കുളം കൂടി മൂന്നാർ ഭാഗത്തേക്ക് കടന്നു പോകാനുള്ള രീതിയിലാണ് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നത്. അത് വലിയ സൗകര്യങ്ങളില്ലാത്ത വഴിയാണ്. അതുകൊണ്ട് വലിയ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി ഉള്ളിലേക്ക് കടന്ന് മൂന്നാറിലേക്ക് കടന്നു പോകാനുള്ള സംവിധാനമാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ അത് വലിയ ഗതാഗത തടസ്സമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തേയിലത്തോട്ടത്തിനിടയിലൂടെയുള്ള ഒരു പാതയാണ്. അത് പൂർണ്ണമായും യാത്രാ സജ്ജമല്ലാത്ത പാതയിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ കടന്നുപോകുന്നത്. അതിന്റെ വലിയ പ്രയാസം വിനോദസഞ്ചാരികളും സ്വാഭാവികമായി സഞ്ചരിക്കുന്ന ആളുകളും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇത് കൊച്ചി ധനുഷ്കോടി ദേശീയപാത ലോ റേഞ്ചിൽ നിന്ന് മൂന്നാറിലേക്ക് കടന്നു പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാതയാണ്. അതാണ് ഇപ്പോൾ പൂർണ്ണമായും ഗതാഗതം സാധ്യമല്ലാത്ത രീതിയിൽ അടഞ്ഞു കിടക്കുന്നത് എന്നുള്ളത് വലിയ പ്രതിസന്ധി ആളുകളെ സംബന്ധിച്ച് സൃഷ്ടിക്കുന്നുണ്ട് തന്നെയാണ്. ഇനിയുള്ള പ്രവൃത്തികൾ എങ്ങനെയായിരിക്കും? കാലാവസ്ഥ പോലും പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ ആഷിക്ക് ആ ഭാഗത്ത് ഇപ്പം ആളുകളെ മാറ്റുക, ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്രത്തോളം വീടുകൾ അവിടെ ഉണ്ട് എന്ന്. ഇവർക്ക് എല്ലാ സമയത്തും ഈ പണി തീരുന്നത് വരെയൊന്നും ഇവർക്ക് ഈ ക്യാമ്പിൽ കഴിയാൻ സാധിക്കില്ലല്ലോ. അപ്പൊ എന്ത് ക്രമീകരണമാണ് ഇനി ഇവരെ ഒരുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്? തീർച്ചയായും ശാസ്ത്രീയ വശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെ കടക്കുമെന്നുള്ളത് തീരുമാനിക്കുക. പക്ഷേ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ലക്ഷങ്ങളുടെ ഉന്നതിയിൽ ഏതാണ്ട് 30ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇടമാണ്. അവരെ മുഴുവനായും പുനരധിവസിപ്പിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ പ്രാഥമികമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നുള്ളതായിരിക്കും ദേശീയപാത അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ മണ്ണിടിഞ്ഞു വീണ മണ്ണ് ആദ്യം നീക്കുകയും അപകട സാധ്യതയുണ്ടെങ്കിൽ അതിന് കൂടുതൽ ബലപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടന്നതിന് ശേഷമായിരിക്കും മറ്റുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയും. ഏതായാലും ഇന്നത്തെ രാത്രി ഈ കുടുങ്ങി കിടക്കുന്ന കുടുംബത്തെ രക്ഷപ്പെടുത്തുക, മറ്റുള്ളവരെ സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ള ചോദ്യത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. മറ്റുള്ള കാര്യങ്ങളെല്ലാം നാളെ രാവിലേക്ക് മാറ്റിവെക്കേണ്ടിയിരിക്കും. എന്താണ് ഇതിൽ പറ്റിയത്, എന്താണ് വീഴ്ചയുണ്ടായത് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ്. ദേശീയപാത അതോറിറ്റി അടക്കം പ്രാദേശിക ജനപ്രതിനിധികളടക്കം ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ധന്യ, അവിടേക്ക് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടോ ജനപ്രതിനിധികളൊക്കെ? തീർച്ചയായും പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികൾ എല്ലാവരും തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ് MP ഉടനടി തന്നെ എത്തുമെന്ന് പറയാം. പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെ യാത്രകൾ വലിയ ദുഷ്കരമാണ്. തൊട്ടടുത്തുള്ള പ്രദേശമാണെങ്കിൽ തന്നെ എത്തണമെങ്കിൽ ദീർഘസമയം എടുക്കും എന്നുള്ളൊരു പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. അടിമാലി ഒരു പ്രധാനപ്പെട്ട നഗരമാണ്. ഹൈറേഞ്ച് മേഖല ഒരു പ്രധാനപ്പെട്ട നഗരമാണ്. എല്ലാവരും തന്നെ എത്തിച്ചേരാൻ പറ്റുന്ന സൗകര്യമുണ്ട്. പിന്നീട് തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയും അടുത്തുണ്ട് എന്നുള്ളതും വലിയ ആശ്വാസമാണ്. ഏതായാലും രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. കുടുംബത്തെ പുറത്തെത്തിച്ചോ എന്നുള്ളതിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ധന്യ, ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സഹായങ്ങൾ അങ്ങോട്ട് എത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ റോഡ് ഈ സ്ഥിതിയിൽ കിടക്കുന്നത് കൊണ്ട് അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പോൾ എന്തൊക്കെ ഫയർഫോഴ്സിനൊപ്പം പോലീസ്, നാട്ടുകാർ സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള ഹെൽപ്പ് അവർ ചെയ്യുന്നുണ്ടാവും. അപ്പം ഇപ്പൊ ഇത്രയും സമയമായിരിക്കുന്നു, എന്താണ് അവിടുത്തെ അവസ്ഥ? അടിമാലിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം, തൊടുപുഴയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ഏതാണ്ട് 10:45 കൂടിയാണ് ഈ അപകടം നടന്നത്. ഉടനടി തന്നെ ഫയർഫോഴ്സ് സംഘവും മറ്റും സ്ഥലത്ത് എത്തിയിരുന്നു. ആ രക്ഷാപ്രവർത്തനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കുടുംബം ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്, കുടുങ്ങിപ്പോയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ച ഉടനെ തന്നെ അവർ അങ്ങോട്ട് എത്തുകയും വീട്ടിൽ നിന്ന് ആളുകളെ പുറത്തെത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു. മണ്ണ് നീക്കം ചെയ്താണ് അവരെ പുറത്തെത്തിക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അവരെ പുറത്തെത്തിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഉടനെ തന്നെ എത്തിക്കാമെന്നായിരുന്നു അല്പനേരം മുമ്പ് ഫയർഫോഴ്സ് സേനാംഗങ്ങളുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഉടനടി തന്നെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവച്ചിരുന്നു. പ്രത്യേകിച്ച് തൊടുപുഴയിൽ നിന്നും അടിമാലിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സേനാംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ഈ രക്ഷാപ്രവർത്തനം നടന്നത്. പോലീസിന്റെ സഹായവും നാട്ടുകാരുടെ സഹായവും അവർക്ക് ലഭിച്ചിരുന്നു. 5 പേരടങ്ങുന്ന കുടുംബത്തെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിൽ ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്.